ഇപ്പോൾ പാണക്കാട് ചാത്തിക്കലൈ തങ്ങൾ വി കെ ഇബ്രാഹിം കുഞ്ഞിനെ അനുസ്മരിച്ച് സംസാരിക്കുകയാണ്. അതിലേക്ക് മറ്റ് ഹൈന്ദവ ആചാര്യന്മാരുമായിട്ട് അവരോടൊക്കെ തന്നെ നല്ല ബന്ധം പുലർത്താൻ മുസ്ലിം ലീഗിൻ്റെ തന്നെ അതിലേക്കൊക്കെയുള്ള ഒരു പ്ലാറ്റ്ഫോമായിരുന്നു ഇബ്രാഹിം കുഞ്ഞി സാഹിബ് എന്നുള്ളത്. മുസ്ലിം ലീഗിൻ്റെ മതേതരത്വത്തിലെ ഒരു പ്ലാറ്റ്ഫോമായിട്ടാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. അപ്പോൾ അതൊക്കെ അദ്ദേഹത്തിൻ്റെ വിയോഗം അതിലൊക്കെ തന്നെ ഞങ്ങൾക്ക് വലിയ നഷ്ടബോധം ഉണ്ടാക്കുന്നു. എറണാകുളത്തേക്ക് പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആ സ്നേഹമിശ്രണമായ പെരുമാറ്റവും അദ്ദേഹത്തിൻ്റെ ആ സ്വീകരണവും അതൊന്നും ഇനി ഉണ്ടാവില്ലല്ലോ എന്നുള്ള ഒരു ദുഃഖവും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ഏതായാലും സർവശക്തൻ്റെ ആ ഒരു പാപമോക്ഷം അദ്ദേഹത്തിന് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അദ്ദേഹത്തിന് പലപ്പോഴും പറയാറുണ്ട്, എൻ്റെയൊക്കെ ചെറുപ്പത്തിലാണ്, എൻ്റെ ബാപ്പയുടെ കാലത്ത് PMS ബുക്കുയത്തങ്ങളുള്ള കാലം തൊട്ട് തന്നെ തുടങ്ങിയിട്ടുള്ള ബന്ധമാണ്. ബാപ്പയോട് അന്ന് അദ്ദേഹം ചെറുതായിരിക്കും, എന്നാലും ആ കാലം തൊട്ടാണ് ഉള്ള ബന്ധമാണ്. അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ അഡീഷണൽ അഡ്വക്കേറ്റ് ജനറലായിരുന്ന പിന്നെ നമ്മുടെ ബീനാൻ സാഹിബ്, അവരൊക്കെ തന്നെ അവരുടെയൊക്കെ ആ ഒരു ബന്ധം അത് പിന്നീടത് തുടർന്നു. സെയ്ദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുമായിട്ട് വളരെ അടുത്ത ബന്ധമാണ് ഉണ്ടായിരുന്നു. മുറലി തങ്ങളുമായിട്ട് എതിരി തങ്ങളുമായിട്ടൊക്കെ അദ്ദേഹത്തിന് ബന്ധമുണ്ടായിരുന്നു. മാത്രമല്ല അദ്ദേഹത്തിനിപ്പോൾ ഞങ്ങളെ അതാത് കാലത്തെ ഞങ്ങൾ മുതിർന്നവരോട് മാത്രമല്ല വീട്ടിലെ കുട്ടികളുമായിട്ടും അദ്ദേഹത്തിന് നല്ല ബന്ധമുണ്ടായിരുന്നു. അവർക്കൊക്കെ എപ്പോഴും അദ്ദേഹം വരുമ്പോഴൊക്കെ തന്നെ അവർക്ക് എന്തെങ്കിലും കളിപ്പാട്ടങ്ങളും സമ്മാനങ്ങളും മിഠായികളും ഒക്കെ ആയിട്ടായിരിക്കും അദ്ദേഹം വരാറുണ്ട്. അപ്പോൾ അവർക്കൊക്കെ തന്നെ സുപരിചിതനാണ് അദ്ദേഹം. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ വിയോഗം ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സുഹൃത്തിനെ നഷ്ടപ്പെട്ടത് പോലെ തന്നെ ഇഷ്ടപ്പെട്ട ഒരു കുടുംബാംഗത്തെ നഷ്ടപ്പെട്ടതുപോലെയാണ് ഞങ്ങൾക്കൊക്കെ തോന്നുന്നത്.